എക്സ്ക്യൂസ് മീ സർ. യെസ്. ഞാൻ തോറ്റ് സാറേ, എനിക്കിനി വയ്യ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? ഒരു സാധനം തന്നെ. കാര്യം പ്രഭുവളെ. സാറേ, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ആ ഫോട്ടോഗ്രാഫ്സിന് വേണ്ടി ആ സ്ത്രീയെ കാണാൻ ചെല്ലുന്നത്? ഓരോ പ്രാവശ്യം ഓരോ തടസ്സങ്ങള്. പൊതുവാളിന് ഈ കാര്യത്തിന് വേണ്ടി മീനാ നമ്പ്യാരെ കാണാൻ പോകണ്ട. അവർക്ക് അസുഖം വേറെ, അത് ഞാൻ ട്രീറ്റ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഗിവ് മീ ദാറ്റ് ഫോട്ടോഗ്രാഫ്സ്. പറഞ്ഞു കേട്ടില്ലേ? ആ ഫോട്ടോഗ്രാഫ്സ് തരാം. അത് തരുന്നതിന് മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കോടതിയിൽ നിന്ന് കിട്ടിയതല്ലേ ഉള്ളൂ. ഡെസ്പാച്ചിൽ നമ്പർ ഇട്ടങ്ങ് എത്തിക്കോളൂ. ഡെസ്പാച്ചും പേച്ചൊന്നും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാർ? സർക്കാർ തന്നോട് ആരും ചോദിച്ചില്ലല്ലോ. തലയും പാലും ഒരുമിച്ച് ആടണ്ട. സോ യു വോണ്ട് ഗിവ് ഇറ്റ്. അതിനുള്ള മറുപടിയാ ഇയാൾ പറഞ്ഞത്. ആരെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവ് കിട്ടിയിട്ട് വേണമായിരിക്കും സ്വയം ഞെളിയാൻ. നാണമില്ലേ മിസ്റ്റർ നിങ്ങൾക്ക്? ലുക്ക്, ഈ നിമിഷം വരെ നിങ്ങളുടെ റാങ്കിനും സ്ഥാനത്തിനും യോജിച്ച രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. ആൻഡ് ഐ എക്സ്പെക്ട് ബാക്ക് ഓൾസോ. അല്ലാതെ ഒരു ജാതി മനുഷ്യനെ ആക്കുന്ന രീതിയിലുള്ള മുഷ്ക് കാണിക്കാനാണ് ഭാവമെങ്കിൽ ഐ എം സോറി, എനിക്ക് എന്നെ മറക്കേണ്ടി വരും. വെരട്ടി പേടിപ്പിക്കണോ? അത് ഇവിടെ നടക്കില്ല. ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനാ പറഞ്ഞ. ഐ വാണ്ട് ഇറ്റ് റൈറ്റ് നൗ. രൂപയ്ക്ക് 8ഉം 10ഉം കിട്ടുന്ന ഒരുപാട് ഓഫീസേഴ്സ് ചുറ്റും തിരുവാതിര കളിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവരോട് മതി അഭ്യാസമൊക്കെ. നിങ്ങൾ എന്താ പറഞ്ഞേ? അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തെളിവുണ്ടാക്കിയെന്നോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 5-8 മാസം അതിന്റെ പുറത്ത് തടയിരുന്നല്ലോ, ഒന്നും വിരിഞ്ഞില്ലേ? കണ്ണൂരും കോഴിക്കോടും സർവീസിൽ വിലസിയിരുന്ന കാലത്ത് വാണിഭ കേസിൽ കുറെ പ്രമാണിമാരുടെ ഉറക്കം കെടുത്തിയതല്ലാതെ ആരോടെങ്കിലും അന്തസ്സോടെ പറയാൻ തെളിയിച്ച ഒരു കേസെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റിലുണ്ടോ? നാക്കിൽ കത്തിയുണ്ടായ പോരാ, ഇതിൽ വല്ലതും വേണം ബുദ്ധി. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ഒരു നേതാവ് ആണുങ്ങളായാൽ ഐസ്ക്രീമും കഴിക്കും, പെണ്ണുങ്ങളായാൽ വാണിഭവം നടത്തുമെന്ന് പ്രസംഗിച്ചപ്പോ എല്ലാവരുടെയും മുന്നിൽ ഇരുന്ന് തട്ടഹസിച്ച് ചിരിക്കില്ലായിരുന്നു. തുല്യത വേണമെന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് കാര്യമില്ല. അതിനുള്ള യോഗ്യത കൂടി സമ്പാദിക്കണം. മൈൻഡ് ഇറ്റ്. ഇയാൾ ആള് തിരക്കാരില്ല കേട്ടോ. സർ, ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് മിസ്റ്റർ ഭരത്തിന് ചില സംശയങ്ങളുണ്ട്. ഹി വാണ്ട്സ് ടു ക്ലിയർ ഇറ്റ് വിത്ത് യു. ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചല്ല, അതിന്റെ സോഴ്സിനെ കുറിച്ച്. മനസ്സിലായില്ല. I'll explain. ഈ കേസിന്റെ സുപ്രധാന തെളിവാണ് ഈ ഫോട്ടോഗ്രാഫ്സ്. ഇതിൽ നിന്നാണ് മറ്റെല്ലാ തെളിവുകളും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കില്ലർ സ്ത്രീയാണെന്ന് മനസ്സിലായത്, വാടകയ്ക്ക് താമസിക്കുന്ന വീടും ഒക്കെ. സോ ദിസ് എവിഡൻസ് ഷുഡ് ബി ക്രെഡിബിൾ ആൻഡ് കൺവിൻസിംഗ്, റൈറ്റ്? അല്ലെന്നാര് പറഞ്ഞു? അല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇതുവരെ നിങ്ങളാണല്ലോ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. സോ യുവർ ഒപ്പീനിയൻ വിൽ ഹാവ് എ ബെറ്റർ സേ. ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃച്ഛികമായി കിട്ടിയതാണെങ്കിൽ മാത്രമേ അതിന് ജനുവിറ്റി ഉള്ളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, മീറ്റിംഗിൽ പങ്കെടുത്ത ആരോ ഒരാൾ തന്റെ ക്യാമറ ഉപയോഗിച്ച് കുറെ സ്റ്റിൽസ് എടുത്തു. തുടർന്ന് നടന്ന സ്ഫോടനത്തിന്റെ ബഹളത്തിനിടയ്ക്ക് ക്യാമറ ഇങ്ങനെ നഷ്ടപ്പെട്ടു. അടുത്ത ദിവസം സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് ഈ ക്യാമറ കണ്ടെടുക്കുന്നു. അതിൽ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് പിന്നീട് ഈ കേസിന്റെ പിവറ്റൽ ക്ലൂ ആയി മാറുന്നു. അതിനൊരു വിശ്വസനീയതയുണ്ട്, റൈറ്റ്? ആയിരിക്കാം. പക്ഷേ പിന്നീട് ആ കളഞ്ഞു കിട്ടിയ ക്യാമറയുടെ ചിത്രവും മറ്റും എല്ലാ പ്രമുഖ പത്രങ്ങളിലും ടിവിയിലും പല പ്രാവശ്യം വന്നു. എന്നിട്ടും അതിന്റെ ഉടമസ്ഥൻ ആ ക്യാമറ അന്വേഷിച്ച് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല. There lies the ambiguity. Why? എന്തുകൊണ്ട് അതിന്റെ അവകാശം അന്വേഷിച്ചു വന്നില്ല? പ്രത്യേകിച്ചും വലിയ റിവാർഡുകൾ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു തെളിവിന് താൻ കാരണമായെന്നറിയുമ്പോൾ ആരായാലും അന്വേഷിച്ചു വരില്ലേ? അങ്ങനെയൊന്നും നിർബന്ധമില്ല. അയാൾ വരാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം. Who is bothered about it? ഈ തെളിവ് മറ്റു പല തെളിവുകൾക്കും കാരണമായി. അന്വേഷിച്ചപ്പോ അതൊക്കെ സത്യമാണെന്ന് ബോധ്യമായി. That is most important and I was satisfied. നിങ്ങൾക്ക് മറിച്ച് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ that's your headache. തലയിലൊക്കെ ഒരുപാടുള്ള ആളല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിച്ചാ മതി. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ചോദ്യം വ്യക്തമായില്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ അഗൈൻ. ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. എന്നെ ഇവിടെ വരുത്തിയത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ സുപ്പീരിയറുടെ മുന്നിൽ വെച്ച് എന്നെ തേജോവധം ചെയ്യണം. കഴിവ് കെട്ടവളാണെന്ന് വരുത്തി തീർക്കണം. വാട്ട് സ്റ്റുപ്പിഡ് ആർ യു ടോക്കിംഗ്? നിങ്ങളോട് വരാൻ പറഞ്ഞത് മിസ്റ്റർ ഭരതിന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാനാണ്, അല്ലാതെ അയാളെ ഇൻസൾട്ട് ചെയ്യാനല്ല. ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ഈ ഫോട്ടോഗ്രാഫ്സ് വാങ്ങാൻ ഇയാൾ എന്റെ ഓഫീസിൽ വന്നപ്പോൾ നടത്തിയ പ്രകടനം സാർ കണ്ടില്ലല്ലോ. അതുപോലെ ഒരിക്കൽ കൂടി നിന്ന് തരുമെന്ന് ആരും കരുതണ്ട. വീണ്ടും ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ നിന്ന് തരും. അതിനുള്ള വളർച്ചയെ മാരത്തിനുള്ളൂ. എന്നാ കാണിക്കണം മിസ്റ്റർ. ഒരു മടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുടെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് ആ സൗജന്യം എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. എനിവേ, താങ്ക്സ് ഫോർ കമ്മിങ്. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ്.
സർ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവരെ വിളിപ്പിക്കാമെന്ന് സാർ പറഞ്ഞപ്പോ ഞാനൊന്നും മടിച്ചത്. സോറി മിസ്റ്റർ ഭരത്, ഐ വിൽ ഡീൽ ഹെർ ഒഫീഷ്യലി. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. എനിവേ, ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ. നൗ ലെറ്റ് മീ ടെൽ മൈ കൺക്ലൂഷൻസ് അബൌട്ട് ദിസ് പീസ് ഓഫ് എവിഡൻസ്. ഇതൊരു നാച്ചുറൽ എവിഡൻസ് ആയി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വൈ? ഇറ്റ് ലാക്സ് ട്രാൻസ്പെറൻസി. ഇതിന് സുതാര്യതയില്ല. പിന്നെ ഈ തെളിവിനെ കുറിച്ച് ഭരതിന്റെ അഭിപ്രായം എന്താണ്? ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃച്ഛികമായി നഷ്ടപ്പെട്ടതല്ല, ആരോ കരുതി കൂട്ടി ഉപേക്ഷിച്ചതാണ്. എന്തിന്? ഒന്നുകിൽ അന്വേഷകന്റെ അറ്റൻഷനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാര്യമായി എന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. തെറ്റിദ്ധരിപ്പിക്കാന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഇറ്റ്? യഥാർത്ഥ കൊലയാളി മറ്റൊരാളും ഈ സ്ത്രീ അയാളുടെ ഡെമ്മിയുമാണെങ്കിൽ നമ്മുടെ ധാരണ തെറ്റിദ്ധാരണയാവില്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയതിനു ശേഷം വ്യക്തമല്ലാത്ത പല സംശയങ്ങളും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ആധികാരികമായി പറയാനുള്ള തെളിവുകളൊന്നും എൻ്റെ പക്കലില്ല. ബട്ട് ഇഫ് മൈ തോട്ട് ലീഡ്സ് മീ റൈറ്റ്, യു കൻ എക്സ്പെക്ട് എ സർപ്രൈസ്. അതുവരെ നമുക്ക് ക്ഷമിക്കാം. Come on. എൻ്റെ പേര് രവീന്ദ്രൻ നായർ. മരിച്ച മാധവൻ സാറിൻ്റെ പി എ ആയിരുന്നു. അച്ഛൻ തിരുമേനി അറിയും. ഈ അടുത്ത സാർ പട്ടേലയുടെ മകനാണെന്ന് മനസ്സിലായത്. ഈ കേസ് തെളിയുന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാര്യം? മാധവൻ സാർ മരിച്ച സ്ഫോടനത്തിന് ശേഷം നാടാകെ കണ്ണീരിലായിരുന്നപ്പോൾ ചിലർ മാത്രം അത് ആഘോഷിക്കുകയായിരുന്നു. ഹോട്ടൽ സദേൺ പാലസിൽ അവിടെ മദ്യം ഒഴുകുകയായിരുന്നു സാർ. അവിടെ ആര് വന്നോ അവർക്കൊക്കെ മദ്യം സൗജന്യമായിരുന്നു. അത് ഏതാണ്ട് അടുത്ത ദിവസം മൃതദേഹം സംസ്കരിക്കുന്നത് വരെ നേരുന്നു. ആരൊക്കെയായിരുന്നു ഈ ചിലർ? എക്സൈസ് കമ്മീഷണർ സോമൻ പണിക്കർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PWD ഒരു അൻവർ അഹമ്മദ്, ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പത്മനാഭൻ, പിന്നെ CKC നമ്പ്യാർ, ചീഫ് എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിസിറ്റി ബോർഡ്. മാധവൻ സാർ പറഞ്ഞ മോസ്റ്റ് കറപ്റ്റ് ലിസ്റ്റിൽപ്പെട്ട ചിലർ. ഇവിടുത്തെ കൊടി കുത്തിയ കോടീശ്വരന്മാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സമ്പത്ത് കുമിച്ചു കുത്തിയ റാസ്കൽസ്. അവരുടെ ഉറക്കം കെടുത്തിയ രാത്രികളായിരുന്നു മാധവൻ സാറിന്റെ പകലുകൾ. സ്ഫോടനവുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മിസ്റ്റർ രവീന്ദ്രൻ നായർ? രവീന്ദ്രൻ നായർക്ക് സംശയമുണ്ടോ? ഈ പറഞ്ഞതല്ലാതെ മറ്റു വല്ലതും അവരെ കുറിച്ച് അറിയോ? ഇല്ല. അവരുടെ 1-ാം നമ്പർ ശത്രുവാണ് ഇല്ലാതായത്. അതവരാഘോഷിച്ചിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല. അമ്മയെ കൊന്നാലും 2 പക്ഷമുള്ള നാടാണിത്. എനിവേ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. എന്നാ ഞാൻ വരട്ടെ സാർ. ആ ഹോട്ടലിൽ വരുന്നതെന്നാ പറഞ്ഞേ? ഹോട്ടൽ സദേൺ പാലസ്. ശരി. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നിങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ സമ്പാദിച്ചിരിക്കും. അതൊന്നും SITക്ക് വിഷയമല്ല. മിനിസ്റ്റർ മാധവൻ സ്ഫോടനത്തിൽ മരിച്ച ദിവസം നിങ്ങൾ നാട്ടുകാർക്ക് മദ്യം വിളമ്പുകയോ സദ്യ കൊടുക്കുകയോ ഒക്കെ ചെയ്തിരിക്കാം. അതും SITക്ക് പ്രശ്നമല്ല. അവർ പ്രോബ്ലം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? അയ്യോ ഇല്ല, ഒരു ബന്ധവുമില്ല. എന്നാ ഞാൻ പോട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയല്ലോ, ജുമാ ഉണ്ട്. അവിടെ ഇരിക്കണു. ഉദ്ദേശം 7 മാസം മുമ്പ് ഹോട്ടൽ സദേൺ പാലസിൽ 3-4 ദിവസം നിങ്ങൾ അടുപ്പിച്ച് മുറിയെടുത്ത് താമസിച്ചു. താമസിച്ചിരുന്നു? ഇല്ല. 7-8 ബെഡ്റൂമുള്ള ഒരു വീട് സ്വന്തമായിട്ടുള്ളപ്പം ഞാൻ എന്തിനു വാടക കൊടുത്ത് അവിടെ താമസിക്കണം? നിങ്ങൾ അവിടെ താമസിച്ചിരുന്നതിന് തെളിവായി നിങ്ങളുടെ പേരിലുള്ള ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ബിൽ പേയ്മെന്റ് ചെയ്തതിന് അവർ ഇഷ്യൂ ചെയ്ത റിസിപ്റ്റിന്റെ കോപ്പി ഇതാ. പറ, നിങ്ങൾ അവിടെ താമസിച്ചിരുന്നോ ഇല്ലയോ? ആ, താമസിച്ചിരുന്നു. എന്തൊരു മറവിയാ. വയസ്സായില്ലേ മോളെ? ഇപ്പോഴാ ഓർമ്മ വന്നത്. ദേശമംഗലം ഇറിഗേഷൻ പ്രോജക്ടിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ഓഫീസിലിരുന്ന തിരക്ക് കാരണം. അതെ സാർ, സത്യമായിട്ടും. നാടതികളെ PWD റെസ്റ്റ് ഹൗസിൽ ഉള്ളപ്പോ കയ്യിലെ കാശും മുടക്കി ഹോട്ടൽ മുറിയിൽ നിന്ന് റിപ്പോർട്ട് എഴുതിയായിരുന്നല്ലേ? ഇതെന്താ ഇങ്ങനെ?
നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ, ഒറ്റയ്ക്ക് 3 ദിവസം ഒറ്റയ്ക്ക്, ഒരു ഈച്ച പോലും അറിയാതെ. അപ്പോ തനിക്ക് തീർച്ചയായും മഹോദരമുണ്ട്. മഹോദരൻ ആർത്തി, ആഹാര സാധനങ്ങളുള്ള അമിതമായ ആർത്തി. ഇല്ലെങ്കിൽ ഒരാൾ എത്ര കഴിച്ചാലും ഒരു ദിവസം 4,200 രൂപ വരില്ല. 4 മട്ടൻ, 4 ചിക്കൻ, 4 ബിരിയാണി, 12 പൊറോട്ട, 4 കാപ്പി, 4 ചായ, 22 സോഡ, അല്ലെങ്കിൽ തീർന്നു. മറ്റു 3 പേര് ആരൊക്കെയായിരുന്നു? പറയണം മിസ്റ്റർ അൻവർ അഹമ്മദ്. എന്നെ കൂടാതെ എക്സൈസ് കമ്മീഷൻ മിസ്റ്റർ സോമൻ പണിക്കർ, മിസ്റ്റർ പത്മനാഭൻ, മിസ്റ്റർ CKC നമ്പ്യാർ അല്ലേ? മക്കൾ 4 പേരും കൂടെ എന്നെ അടുക്കായിരുന്നു അവിടെ. ചീട്ട് കളിക്കായിരുന്നു. 4 പേര് 3 ദിവസം രാവും പകലും ഓഫീസൊക്കെ മുടക്കി കുത്തിയിരുന്ന് ചീട്ട് കളിക്കായിരുന്നു അല്ലേ? ആ സോമനെന്ന് വിളിച്ചേ. അയ്യോ, അതെന്തിനാ? രക്ഷയില്ല സാഹിബേ. ഹലോ ഹലോ, മിസ്റ്റർ സോമൻ പണിക്കർ? അതെ. ഇത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയും. ഡൽഹിന്ന്. അത് തന്നെ. ഒരു ഇൻഫർമേഷൻ വേണ്ടിയാ വിളിച്ചത്. എന്താ അറിയേണ്ടത്? എന്താ? ഹോട്ടൽ സദേൺ പാലസിൽ ഞാൻ ചീട്ട് കളിച്ചു. ചീട്ട് കണ്ടാ മനസ്സിലാകുമെന്നല്ലാതെ ഇന്നുവരെ അത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ആ ഹോട്ടലിൽ ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല. ഇനിയും പുതിയ എന്തെങ്കിലും നുണ പറയാനാണ് ഭാവമെങ്കിൽ സാറിന്റെ പ്രായവും പദവിയൊക്കെ ഞങ്ങൾ അങ്ങ് മറക്കും. അയ്യോ, ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരുടെ കൈയും കാലവും ഒക്കെ ആയിരിക്കും. അത് വേണോ മിസ്റ്റർ അൻവർ അഹമ്മദ്? എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നാ പറ, പറയണം. മാധവനെ ഇലക്ഷനിൽ തോപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങളിവിടെ. വോട്ടർമാർക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, അയാളെ തോൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിലേക്കായി എല്ലാരും കൂടി ചേർന്ന് 25 ലക്ഷം രൂപ പിരിച്ച് ആ തുക നമ്പ്യാരെ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്പ്യാർ ആ തുക എന്ത് ചെയ്തു? അത് നമ്പ്യാര് പറഞ്ഞില്ല. പക്ഷെ ഇലക്ഷനിൽ മാധവൻ തോക്കുമെന്ന് മാത്രം ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. നമ്പ്യാർ ഇപ്പൊ എവിടെ ഉണ്ട്? ഓഫീസിലോ വീട്ടിലോ? Try his arm, sir.